ഈ കസേര മാറിയാൽ മനുഷ്യൻ്റെ സ്വഭാവം മാറുമോ? രാഷ്ട്രീയത്തിൽ ഇതൊരു പുതിയ ചോദ്യമല്ല. പക്ഷേ അധികാരത്തിൻ്റെ പരമോന്നത പദവിയിലെത്തുമ്പോൾ അതുവരെ ജനങ്ങളോട് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ആകാംക്ഷയുണ്ടായിരുന്നു. കാരണം ആ കസേരയിൽ ഇരിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ വി ഡി സതീശനാണ്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മൈക്കുകൾക്ക് മുന്നിൽ നിന്ന് അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. ഞാൻ ഒരിക്കലും RSS വേദിയിൽ പോയിട്ടില്ല എന്ന് ക്യാമറകളെ നോക്കി കണ്ണുനട്ട് പറഞ്ഞ ആ പഴയ പ്രതിപക്ഷ നേതാവിനെ ഓർമ്മയില്ലേ? RSS സൈദ്ധാന്തികൻ പി പരമേശ്വരൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹം വേദിയിലിരിക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പിന്നീട് കേരളം മുഴുവൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം ഉരുണ്ട് കളിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അന്ന് അദ്ദേഹം പറഞ്ഞ ഇത്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ 2026 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം അധികാരമേറ്റിരിക്കുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ കുപ്പായം മാറ്റി മുഖ്യമന്ത്രിയുടെ വേഷമണിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ? സത്യത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹം തിരികെ വന്നോ? ഇല്ല എന്നു മാത്രമല്ല, നുണകളുടെ വ്യാപ്തിയും ഗൗരവവും കൂടി എന്നതാണ് യാഥാർത്ഥ്യം. മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം നടത്തിയ ഏറ്റവും വലിയ മലക്കം മറിച്ചിലുകളിൽ ഒന്ന് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടായിരുന്നു. മുൻ LDF സർക്കാർ ഈ പദ്ധതിക്കായി കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയെന്നും അവർ ധാരണാപത്രം ഒപ്പിട്ട് നൽകിയതുകൊണ്ട് മാത്രമാണ് തങ്ങൾക്കിപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കേണ്ടി വരുന്നത് എന്നുമായിരുന്നു മുഖ്യമന്ത്രി സതീശൻ്റെ വാദം. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തായിരുന്നു? മുൻ സർക്കാർ PM ശ്രീ നടപ്പിലാക്കേണ്ട എന്ന് വ്യക്തമാക്കി കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ആ കത്ത് നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി സതീശൻ വാദിച്ചെങ്കിലും ആ കത്തിൻ്റെ കോപ്പി റിപ്പോർട്ടർ TV പുറത്തുവിട്ടതോടെ മുഖ്യമന്ത്രിയുടെ വാദം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഇവിടെയാണ് കേരളം വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ചോദിക്കുന്നത്. പ്രസ് ക്ലബ്ബുകളിലും പൊതുവേദികളിലും മാധ്യമപ്രവർത്തകരോട് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം. എന്നാൽ ഇതേ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ, ഇതേ നുണകൾ അദ്ദേഹം കേരള നിയമസഭയ്ക്കുള്ളിൽ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ജനപ്രതിനിധി, അതും സംസ്ഥാനത്തിൻ്റെ ഭരണത്തലവൻ, നിരന്തരം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ഭരണഘടനാപരമായി എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി കസേരയിൽ എത്തും മുൻപ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് സൃഷ്ടിച്ച വാസ്തവ വിരുദ്ധമായ ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെയുണ്ട് കേരളത്തിൽ. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയധികം തവണ സ്വന്തം പ്രസ്താവനകൾ തിരുത്തേണ്ടി വന്ന മറ്റൊരു നേതാവ് ഉണ്ടാകില്ല. K-Phone പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ടോ? പദ്ധതി പൂർണ്ണ പരാജയമാണെന്നും ഉദ്ഘാടനം കഴിഞ്ഞിട്ടും സാധാരണക്കാർക്ക് ആർക്കും തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. എന്നാൽ ആയിരക്കണക്കിന് വീടുകളിലും സർക്കാർ ഓഫീസുകളിലും കണക്ഷൻ നൽകിയതിൻ്റെ കൃത്യമായ ഡാറ്റ K-Phone മാനേജ്മെൻറ്റ് പുറത്തുവിട്ടതോടെ അദ്ദേഹത്തിൻ്റെ വാദം പൊളിഞ്ഞു. സിൽവർ ലൈൻ ബഫർ സോൺ വിവാദമായിരുന്നു മറ്റൊന്ന്. റെയിൽവേ ലൈനിൻ്റെ ഇരുവശത്തും വലിയ ബഫർ സോൺ വരുമെന്നും അവിടെയുള്ളവർക്ക് സ്ഥലമോ വീടോ വിൽക്കാനോ പണയം വയ്ക്കാനോ കഴിയില്ലെന്നും അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തി. എന്നാൽ സ്പെഷ്യൽ റെയിൽവേ പ്രോജക്റ്റുകൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള വലിയ ബഫർ സോൺ ബാധകമല്ലെന്ന കേന്ദ്ര റെയിൽവേ ബോർഡിൻ്റെ നിയമങ്ങൾ തന്നെ പുറത്തു വന്നതോടെ ആ വാദവും നിലംപൊത്തി. AI ക്യാമറ വിവാദത്തിൽ കെൽട്രോണിനും ഉപകരാർ എടുത്ത SRIT കമ്പനിക്കും യാതൊരു മുൻപരിചയവുമില്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കണ്ടെത്തൽ. അവർ വെറും കടലാസ് കമ്പനികളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ പ്രോജക്റ്റുകളിലും ഇതേ കമ്പനികൾ സമാനമായ ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നത് അദ്ദേഹത്തെ വീണ്ടും പരിഹാസ്യനാക്കി. സ്വന്തം മണ്ഡലമായ പറവൂരിലെ പുനർജനി പദ്ധതിയുടെ കാര്യത്തിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. താൻ യാതൊരുവിധ നിയമലംഘനവും നടത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ അനുമതിയോടെയാണ് വിദേശത്ത് പോയതെന്നുമായിരുന്നു വാദം. എന്നാൽ FCRA ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും മുൻകൂർ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിക്കാതെയാണ് യാത്രകൾ നടത്തിയതെന്നും വ്യക്തമാക്കുന്ന രേഖകൾ പിന്നീട് അദ്ദേഹത്തെ തിരിഞ്ഞുകൊത്തി. ചുരുക്കത്തിൽ വസ്തുതകളുടെ പിൻബലമില്ലാതെ വെറും വായുവിൽ വാളു വീശുന്ന ഒരു ശൈലിയായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. 2026 മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോൾ ഭരണത്തിൻ്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തെ കൂടുതൽ സത്യസന്ധനാക്കുമെന്ന് കരുതിയവരെ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അവിടെയാണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദം ഏറ്റവും വലിയ ഉദാഹരണമായി മാറുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ, അതായത് NEP-യുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള അജണ്ടയാണെന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാദിച്ചത് UDF-ഉം വി ഡി സതീശനുമായിരുന്നു. എന്നാൽ ഭരണത്തിലെത്തിയപ്പോൾ വളരെ വേഗത്തിൽ ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു.
സ്വന്തം നിലപാടിലെ ഈ കാപട്യം മറച്ചുവെക്കാൻ അദ്ദേഹം കണ്ടെത്തിയ വഴിയാണ് ഏറ്റവും വലിയ വാസ്തവ വിരുദ്ധത. അദ്ദേഹം പറഞ്ഞു, മുൻ LDF സർക്കാർ ഈ പദ്ധതിക്കായി ധാരണാപത്രം ഒപ്പിട്ട് നൽകിയിരുന്നു, അവർ പണം വാങ്ങിയിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇത് നടപ്പിലാക്കേണ്ടി വരുന്നത്. ഒറ്റ നോട്ടത്തിൽ ആർക്കും വിശ്വസിക്കാൻ തോന്നുന്ന ഒരു ന്യായം. എന്നാൽ യഥാർത്ഥ വസ്തുത എന്തായിരുന്നു? PMC പദ്ധതി നടപ്പിലാക്കില്ല എന്ന് വ്യക്തമാക്കി മുൻ സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു എന്നതാണ് സത്യം. ആ കത്ത് നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ആ കത്തിൻ്റെ ഒറിജിനൽ കോപ്പി റിപ്പോർട്ടർ TV പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയുടെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ രേഖ. അതുകൊണ്ടും തീർന്നില്ല. LDF സർക്കാർ പണം വാങ്ങി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമായിരുന്നു. സമഗ്ര ശിക്ഷ കേരളം എന്ന SSK പദ്ധതിയുടെ റീഇംബേഴ്സ്മെൻറ്റ് ഇനത്തിൽ ലഭിച്ച വെറും 23 കോടി രൂപയെയാണ് PM ശ്രീ പദ്ധതിയുടെ പേരിൽ മുൻ സർക്കാർ വാങ്ങിയ പണമായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചത്. കേന്ദ്രത്തിൽ നിന്നുള്ള സംസ്ഥാനത്തിൻ്റെ അവകാശമായ ഒരു സാധാരണ ഫണ്ടിനെ PMC ഫണ്ടായി ബോധപൂർവം വളച്ചൊടിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട് സർക്കാരിനെ പോലെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനോ ഈ പദ്ധതിയിൽ നിന്ന് നിയമപരമായി പിന്മാറാനോ ഉള്ള ഇച്ഛാശക്തി കാണിക്കാതെ സ്വന്തം പിടിപ്പുകേട് മുൻ സർക്കാരിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള വില കുറഞ്ഞ ഒരു ശ്രമം മാത്രമായിരുന്നു അത്. സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അദ്ദേഹം വാസ്തവ വിരുദ്ധത ആവർത്തിച്ചു. മുൻ സർക്കാർ കൊണ്ടുവന്ന ട്രാൻസ്ജെൻഡറുകൾക്കും തൊഴിലില്ലാത്ത സ്ത്രീകൾക്കുമുള്ള പെൻഷൻ പുതിയ സർക്കാർ നിർത്തലാക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ അത് പൂർണ്ണമായും വ്യാജമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. എന്നാൽ തൊട്ടു പിന്നാലെ അദ്ദേഹം തന്നെ പറയുന്നു, ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കളെക്കുറിച്ച് പരാതികളുള്ളതിനാൽ അത് പുനഃപരിശോധിക്കുകയാണെന്ന്. പദ്ധതി നിർത്തിവച്ചതിനെ മറച്ചുവെക്കാൻ മാധ്യമങ്ങളെ പഴിചാരുന്ന തന്ത്രം. രാഷ്ട്രീയ പാർട്ടികൾ ഭരണത്തിലേറാനും ഭരണത്തിലേറിയ ശേഷം ആ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും ദോഷമില്ലാത്ത ചില നുണകളൊക്കെ പറയാറുണ്ട്. എന്നാൽ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വലിയ നുണകൾ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? സത്യപ്രതിജ്ഞയിലെ വാസ്തവ വിരുദ്ധതയെക്കുറിച്ച് ഭരണഘടന എന്താണ് പറയുന്നത്? VD സതീശനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി ആയ ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാസ്തവ വിരുദ്ധത ആരംഭിക്കുന്നത് സത്യപ്രതിജ്ഞാ വേദിയിൽ നിന്നാണ്. MLA ആയിരുന്നപ്പോഴെല്ലാം VD സതീശൻ എന്ന് മാത്രം സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് സ്വന്തം ജാതിവാൾ കൂട്ടിച്ചേർത്താണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പുരോഗമനവാദം പ്രസംഗിക്കുന്ന ഒരു നേതാവിൻ്റെ ഈ ഇരട്ടത്താപ്പ് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. എന്നാൽ ഇതിനപ്പുറം ഒരു ജനപ്രതിനിധിയോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത് ഭരണഘടനാപരമായി എത്രത്തോളം വലിയ തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം പട്ടികയിൽ ജനപ്രതിനിധികളും മന്ത്രിമാരും ചൊല്ലേണ്ട സത്യപ്രതിജ്ഞയുടെ കൃത്യമായ മാതൃക നൽകിയിട്ടുണ്ട്. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള ഔദ്യോഗിക പേര് തന്നെ ഉപയോഗിക്കണം. ഇതിൽ വാസ്തവവിരുദ്ധമായ പേര് പറയുകയോ ഭരണഘടനയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ചെയ്താൽ നിയമപരമായി ആ സത്യപ്രതിജ്ഞ അസാധുവാകും. ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുമ്പോൾ അവിടെ കളവുകൾക്ക് സ്ഥാനമില്ല. സത്യപ്രതിജ്ഞാ വേളയിൽ ഔദ്യോഗികമല്ലാത്ത പേര് പറയുകയോ മറ്റ് തെറ്റുകൾ വരുത്തുകയോ ചെയ്താൽ അത് തിരുത്തി വീണ്ടും വായിക്കാൻ ഗവർണർക്ക് ആവശ്യപ്പെടാം. തെറ്റായ രൂപത്തിൽ നടത്തിയ സത്യപ്രതിജ്ഞ അംഗീകരിക്കാൻ ഗവർണർക്ക് യാതൊരു ബാധ്യതയുമില്ല. മുൻപ് പല സംസ്ഥാനങ്ങളിലും സ്വന്തം ഇഷ്ടപ്രകാരം പേരുകൾ മാറ്റിയും വിശേഷണങ്ങൾ ചേർത്തും സത്യപ്രതിജ്ഞ ചെയ്തവരെ കൊണ്ട് ഗവർണർമാർ അത് തിരുത്തിച്ച് വീണ്ടും വായിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനാ പ്രകാരം കൃത്യവും വാസ്തവവുമായ സത്യപ്രതിജ്ഞ ചെയ്യാതെ ഒരു വ്യക്തിക്കും നിയമസഭയിൽ ഇരിക്കാനോ വോട്ട് ചെയ്യാനോ അധികാരമില്ല. തെറ്റായ സത്യപ്രതിജ്ഞ നടത്തിയ ഒരു വ്യക്തി സഭാ നടപടികളിൽ പങ്കെടുത്താൽ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 193 പ്രകാരം സഭയിലിരിക്കുന്ന ഓരോ ദിവസത്തിലും 500 രൂപ വീതം പിഴയടയ്ക്കാൻ ഈ വ്യക്തി ബാധ്യസ്ഥനാണ്. ഇത് കേവലം പണത്തിൻ്റെ കാര്യമല്ല, മറിച്ച് ഒരു ഭരണഘടനാ ലംഘനത്തിൻ്റെ ഗൗരവമാണ് കാട്ടിത്തരുന്നത്. ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുന്ന നാമനിർദ്ദേശ പത്രികയിലും സത്യവാങ്മൂലത്തിലും ഒരു പേര് നൽകുകയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു പേര് പറയുകയും ചെയ്താൽ അത് നിയമപരമായി ചോദ്യം ചെയ്യപ്പെടാം. ഔദ്യോഗിക രേഖകളില്ലാത്ത പേരാണ് ഉപയോഗിച്ചതെങ്കിൽ അത് തിരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ വരെ കാരണമായേക്കാവുന്ന ഒരു കുറ്റമാണ്. ഇനിയാണ് നമ്മൾ പ്രധാന പോയിന്റിലേക്ക് വരുന്നത്. മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുന്നിൽ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് പോലെയല്ല നിയമസഭയ്ക്കുള്ളിൽ സംസാരിക്കുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സതീശൻ പുറത്തു പറഞ്ഞ ആ കള്ളങ്ങൾ നിയമസഭ കൂടുമ്പോൾ അദ്ദേഹം സഭയ്ക്കുള്ളിൽ ആവർത്തിക്കുമോ എന്നതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് കേവലം ഒരു പ്രസ്താവനയായി മാത്രം അവസാനിക്കില്ല. അത് UDF സർക്കാരിൻ്റെ അടിത്തറ തോണ്ടുന്ന വലിയൊരു ഭരണഘടനാ പ്രതിസന്ധിയായി മാറും.
സഭയെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നത് സാമാജികരുടെ അവകാശങ്ങളുടെ ലംഘനമാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാർ പണം വാങ്ങിയെന്നോ അവർ ഒപ്പിട്ട് നൽകിയത് കൊണ്ടാണ് തങ്ങളത് നടപ്പാക്കുന്നതെന്നോ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം പ്രതിപക്ഷം കൃത്യമായ രേഖകളോടെ മുഖ്യമന്ത്രിക്കെതിരെ അവകാശ ലംഘന നോട്ടീസ് കൊണ്ടുവരും. കത്ത് നൽകിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ട അതേ കത്തിൻ്റെ കോപ്പി പ്രതിപക്ഷം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. പണം വാങ്ങിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ സമഗ്ര ശിക്ഷ കേരളയുടെ ഫണ്ട് വിവരങ്ങൾ പ്രതിപക്ഷം സഭയിൽ നിരത്തും. പറഞ്ഞ വാക്കുകളെ ന്യായീകരിക്കാൻ കഴിയാതെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സഭയ്ക്കുള്ളിൽ തല കുനിച്ചു നിൽക്കേണ്ടി വരും. കൂടാതെ ഇത് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമായി കൂടി മാറും. കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തമുള്ള ഒരു പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ നിയമസഭയിൽ തെറ്റായ വിവരങ്ങൾ അവതരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ കേരളത്തിന് ലഭിക്കേണ്ട മറ്റ് വിദ്യാഭ്യാസ ഫണ്ടുകൾ കൂടി കേന്ദ്രം തടഞ്ഞുവയ്ക്കാൻ സാധ്യതയുണ്ട്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് പൊതുജനങ്ങൾ രേഖകൾ പുറത്തെടുക്കുമ്പോൾ സർക്കാരിൻ്റെ വിശ്വാസ്യത പൂർണ്ണമായും തകരും. കോടതിയിൽ ആരെങ്കിലും പൊതു താൽപ്പര്യ ഹർജി നൽകിയാൽ അവിടെ സത്യവാങ്മൂലം നൽകുമ്പോഴും സർക്കാരിന് ഈ നുണകൾ ആവർത്തിക്കാൻ കഴിയില്ല. അവിടെയും മുഖ്യമന്ത്രിക്ക് തൻ്റെ നിലപാടുകൾ തിരുത്തേണ്ടി വരും. ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പുലർത്തിയിരുന്ന ആ പഴയ വസ്തുതാവിരുദ്ധ ശൈലി മുഖ്യമന്ത്രി കസേരയിലും തുടരാനാണ് VD സതീശൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളം കാണാനിരിക്കുന്നത് സമാനതകളില്ലാത്ത ഭരണഘടനാ പ്രതിസന്ധികളായിരിക്കും. അധികാരം സത്യത്തെ മറച്ചുവെക്കാനുള്ള ഒരു പുതപ്പല്ലെന്നും നിയമസഭ എന്നത് പത്രസമ്മേളനം നടത്തുന്ന പ്രസ് ക്ലബ് അല്ലെന്നും മുഖ്യമന്ത്രി ഓർക്കേണ്ടതുണ്ട്. വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ താൽക്കാലികമായി തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷേ രേഖകൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ കളി മാറും. PM ശ്രീ വിവാദത്തിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. വരുനാളുകളിൽ ഇനിയും എന്തൊക്കെ തിരുത്തേണ്ടി വരുമെന്ന് നമുക്ക് കാണാം.